അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ വെറും വാർത്തകൾ മാത്രമാണ്. മുന്നണി മാറ്റത്തെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ ഒരു ചർച്ചയും ഞങ്ങളെ പാർട്ടി അടുത്ത കാലത്തൊന്നും നടത്തിയിട്ടില്ല. അല്ല, പി സി ചാക്കോയാലും ഞാനായാലും ആരായാലും ഞങ്ങളാരും നടത്തിയില്ല. അതുമായി അത്തരത്തിൽ വന്നിട്ടുള്ള വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകളാണ്. അതിനൊന്നും യാതൊരു പിന്നെ പാർട്ടി യോഗങ്ങളിൽ ഇപ്പോൾ പല പാർട്ടികളുടെയും സമ്മേളനം നടക്കുകയാണ്. പാർട്ടി യോഗങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം വന്നോ ഇല്ല എന്നുള്ളത് ആ അഭിപ്രായ പ്രകടനങ്ങൾ തീരുമാനമല്ലല്ലോ. അത് ഞാൻ നോക്കിയില്ല. ഒരു ശ്രമവും നടക്കുന്നില്ല. അല്ല, കേരളത്തിലെ NCP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുക മാത്രമല്ല, 80 മുതൽ ഞങ്ങളോട് തുടങ്ങിയതാണല്ലോ. ഇന്നേ വരെ ഒരു മാറ്റവും ഇല്ലാതെ LDFിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷി ഞങ്ങളെ കക്ഷിയാണ്, CPI ആണ്. ബാക്കി എല്ലാ കക്ഷികളും പരസ്പരം പല ഘട്ടങ്ങളിലും മാറിയിട്ടുണ്ട്. ഒരു മാറ്റവും ഇല്ലാതെ LDF തുടങ്ങുന്ന കക്ഷി ഞങ്ങളതാണ്. അതുകൊണ്ട് അതെല്ലാം അഭ്യൂഹങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന് എനിക്കല്ല. യോഗത്തിൽ പങ്കെടുത്തവർക്കേ അതറിയുള്ളൂ. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. പങ്കെടുക്കേണ്ട ആളില്ലാത്തതുകൊണ്ട് ആ യോഗത്തിൽ ഞാനല്ല പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പങ്കെടുത്തില്ല എന്ന് മാത്രമേ. അതായത് പ്രതിഷേധ സൂചകമായി പങ്കെടുക്കാതിരുന്നു എന്ന് പറഞ്ഞു. പാർട്ടിയെ ദുർബലപ്പെടുത്താൻ മാത്രമുള്ള പ്രശ്നമായി അങ്ങനെ ഒരു ചർച്ച വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ നിങ്ങളെപ്പോലെ ആളുകൾ പറഞ്ഞില്ല. എനിക്ക് എൻ്റെ അടുത്ത് ഈ സംഗതി വാട്സപ്പും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല, നോക്കിയിട്ടുമില്ല. നിങ്ങളെപ്പോലത്തെ ചില സ്നേഹിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എൻ്റെ അറിവിൽ അതില്ല. കാരണം കേരളത്തിലെ NCPയിലെ അണികൾ വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള അണികളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചെറിയ പാർട്ടിയായിട്ടും പിടിച്ചു നിൽക്കുന്നത്. ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ വിശ്വാസത്തിൽ മാറ്റം ഉണ്ടാവില്ല.